സംസ്ഥാനത്ത് 12 ജില്ലകളിൽ ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെയാണ് ചൂട് തുടരുക. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് എറണാകുളം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മാനസ, 12 ജില്ലകളിലെ ചൂട് തുടരും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ചൊവ്വാഴ്ചയോടുകൂടി ഈ ചൂടിന് ശമനമാകുമെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏത് ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുക? മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്? തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂടിന് ശമനമാകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് വന്ന അലേർട്ടിൽ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കാണിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വന്ന മുന്നറിയിപ്പിൽ പറയുന്നത് പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് തുടരുമെന്നുള്ളതാണ്. അത് തീർച്ചയായും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ നാളെ വരെ ചൂട്, മെയ് 6 വരെ ചൂട് തുടരും എന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോ നിലവിൽ വന്ന മുന്നറിയിപ്പ് പ്രകാരം മെയ് 7 വരെ, അതായത് മറ്റന്നാൾ വരെ, ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് ചൂട് തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പാലക്കാടിനൊപ്പം തന്നെയാണ് കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഈ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് തുടരുമെന്നാണ് നിലവിലെ അറിയിപ്പിലുള്ളത്. മാത്രമല്ല ഈ 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വലിയ ആശ്വാസകരമായ മറ്റൊരു വാർത്തയാണ്, സംസ്ഥാനത്ത് വരുന്ന 5 ദിവസത്തിനുള്ളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. ചൂടിനൊരു അല്പ ആശ്വാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല എറണാകുളം, വയനാട് ജില്ലകളിൽ യെല്ലോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. മെയ് 8-ന് എറണാകുളം ജില്ലയിലും മെയ് 9-ന് വയനാട് ജില്ലയിലുമാണ് നിലവിൽ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.